നമസ്കാരം മക്കളെ. അപ്പോൾ പ്രവർത്തനം 2ലേക്ക് പോവാം. 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഓരോ കടലാസ് തുണ്ടുകളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒരു കടലാസ് തുണ്ട് എടുത്താൽ അത് ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്, ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ മുഴുവനായിട്ട് ഞാനൊരു ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഇരട്ട സംഖ്യകൾ? ആകെ 25 സംഖ്യകളുണ്ടാവുക. 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ ആകെ സംഖ്യകളുടെ എണ്ണം 25 ആണ്. അതിൽ ഇരട്ട സംഖ്യകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 ഈവൻ നമ്പേഴ്സ് കേട്ടോ. ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. ആകെ എണ്ണി നോക്കുക. മൊത്തം എണ്ണി നോക്കിയാൽ എത്ര എണ്ണം കിട്ടും? 12 ആൾക്കാരുണ്ടാവും. ഈ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക്. കാരണം 2, 4 1ൻ്റെ ഇരട്ടി, 2ൻ്റെ ഇരട്ടി, 3ൻ്റെ ഇരട്ടി, 4ൻ്റെ ഇരട്ടി, 24 12ൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ മൊത്തം 12 ആൾക്കാരുണ്ട്. അപ്പോൾ 12 ആൾക്കാരാണ്. അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അതായത് നമുക്ക് ആവശ്യമായ ആ ഒരു ഇരട്ട സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ആ 12 എന്ന് പറയുന്നത് ആകെ 25 ആൾക്കാരിൽ 12 പേരായതുകൊണ്ട് ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 12/25. ആകെ എണ്ണം മടിയിലിടുക, അതിൽ നമ്മുടെ ഇരട്ട സംഖ്യകളുടെ എണ്ണം മേലെ എഴുതി കൊടുക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 12/25 ആൻസർ. ഇനി എടുക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 3, 5, 7 അങ്ങനെ ഇപ്പോൾ 25 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടാ? 13 ഉണ്ട്. അപ്പോൾ അനുകൂല ഫലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമ്മളിവിടെ ഒറ്റ സംഖ്യകളുടെ എണ്ണം 13 ആണ്. അപ്പോൾ ആകെ ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ആകെ 25 13 ആണ് ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ആൻസർ എഴുതി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കിട്ടിയ രണ്ട് പ്രോബിലിറ്റി, രണ്ട് സാധ്യതകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 12/25 + 13/25 കൂട്ടുന്ന നേരത്തെ 25 അതേപോലെ ഇട്ട് കൊടുക്കും. 12ഉം 13ഉം കൂട്ടി 25/25 അഥവാ 1. ചിലപ്പോൾ ആകെ സാധ്യത എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടിക്കാണ്ട് എഴുതേണ്ടി വരും. ചോദിച്ചില്ലെങ്കിൽ ഇത് രണ്ടും മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ.